ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ബസ്മതി റൈസാണ്. ഇത് കഴുകി വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തെടുക്കണം. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, അതായത് ഒരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള ഇട്ട് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 1/2 കപ്പ് ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്യാബേജോ കോളിഫ്ലവറോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജ് പുലാവിന് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക്, 2 നുള്ള് പെരുംജീരകം, പിന്നെ ഒരു 2-3 ഗ്രാമ്പു, ഇത്രയാണ്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മസാല കൂടുതൽ വേണമെന്നുള്ളവർ ഇത്ര ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. അടുത്തായിട്ട് നമ്മൾ കുതിർത്ത് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കറുവാപ്പട്ട, ജാതിപത്രി, തക്കോലം, ഏലക്ക ഇവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കുക. കുക്കറിൻ്റെ വെയിറ്റ് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവി വന്നു തുടങ്ങുമ്പം ഫ്ലെയിം ലോ ആക്കിയിട്ട് 5 മിനിറ്റ് വെക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. നമ്മുടെ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ.